ഹലോ സ്റ്റുഡൻസ്. നിങ്ങളെല്ലാം നിങ്ങൾക്ക് നാളെയാണെന്ന് തോന്നുന്നു നമ്മുടെ സെക്കൻഡ് ഇയർ ഫോർത്ത് പേപ്പറിന്റെ എക്സാം. അപ്പൊ നിങ്ങളെല്ലാം പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് സോഷ്യോളജി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് കുറെ ആൾക്കാർ കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്ത് കാണും. അപ്പം എന്ത് സ്കിപ്പ് ചെയ്താലും ഈ പറയുന്ന സാധനം നോക്കിക്കൊണ്ട് പരീക്ഷയ്ക്ക് പോവുക. എന്തുമായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് പോയിന്റ്സ് എന്ന് വെച്ചാൽ എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഷോർട്ട് നോട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, അതിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എന്നെ കൊണ്ടാവും ഇത് എനിക്ക് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ സൊസൈറ്റി എന്താണ് സൊസൈറ്റി നിങ്ങൾക്ക് അറിയാമോ? ഇത് എപ്പോഴും ഒരു 2 മാർക്ക് ചോദ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് DHC-കാർ ചോദിക്കാറുള്ളതാണ്. നമുക്ക് നോക്കാം. ദ വേർഡ് സൊസൈറ്റി The word society is derived from Latin word socius. അപ്പം it means compensation or friendship. Society is a large grouping that shares same geographical territory, shares common culture and social structure and expected to abide with the same laws. ഇതാണ് സംഭവം. ഇത് എങ്ങനെയാന്ന് വെച്ചാൽ കാണാപ്പാഠം പഠിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഡ് വെച്ച് പഠിക്കുകയോ മനസ്സിലാക്കി പഠിക്കുകയോ എങ്ങനെങ്കിലും ഇത് പഠിച്ചുകൊണ്ട് പോവുക. 2 മാർക്കിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. പിന്നെ ഇത് ക്യാരക്ടറിസ്റ്റിക് ഓഫ് സൊസൈറ്റി ഇത് ഇച്ചൂടെ ഉണ്ട്. പിന്നെ PDF ഇത് ഇത്രയും കൊള്ളാത്തോണ്ടാണ് ഇതിങ്ങനെ ആയി പോയത്. പിന്നെ നിങ്ങൾ ടൈറ്റൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ ക്രൂവിലെ ഹൈലൈറ്റ് സ്റ്റോറിയിൽ ഇതിന്റെ നോട്ട് ഫുള്ള് കിടപ്പുണ്ട്. നിങ്ങൾ അത് ഒന്ന് ജസ്റ്റ് വായിച്ചുകൊണ്ടൊക്കെ പരീക്ഷയ്ക്ക് പോവുക. നമുക്ക് അടുത്ത ഇതിന്റെ തന്നെ വേറൊരു ചോദ്യമുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് കമ്മ്യൂണിറ്റി. സ്ഥിരം എസ്സേയുടെ ഇപ്പം ഒരു സൊസൈറ്റിയെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിന്റെ AB ആയിട്ടോ C ആയിട്ടോ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ 5 മാർക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. ഇത് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിറ്റി ഡെഫിനിഷനും സൊസൈറ്റി ഡെഫിനിഷനും ആദ്യം തന്നെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഈ ഡെഫിനിഷൻ ആയാലും പഠിച്ചാൽ മതി. 2 മാർക്ക് ഉറപ്പിക്കാം നമുക്ക് അവിടെ ഈ ഡെഫിനിഷൻ. അതുപോലെ താഴോട്ട് കിടക്കുന്ന ഈ സൊസൈറ്റിയുടെ വലിപ്പം, അതിന്റെ ലൊക്കാലിറ്റി എങ്ങനെയായിരിക്കും, അവിടുത്തെ പീപ്പിൾ എങ്ങനെയായിരിക്കും, പീപ്പിളുടെ ഇന്ററാക്ഷൻ എങ്ങനെയായിരിക്കും, അതെല്ലാം ഈ നോട്ടിൽ പറയുന്നുണ്ട്. ഇത് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകേണ്ടതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നെങ്കിൽ ഡയറക്റ്റ് 5 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എസ്സേ ക്വസ്റ്റ്യന്റെ A ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ B ക്വസ്റ്റ്യനോ C ക്വസ്റ്റ്യൻ ആയിട്ടോ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ്. ഇത് എന്തായാലും സ്കിപ്പ് ചെയ്യരുത്. ഇത് പഠിച്ചുകൊണ്ട് തന്നെ പോവുക. അടുത്തൊരു സ്ലൈഡിലോട്ട് വന്ന സോഷ്യൽ കൺട്രോൾ. ഇത് കഴിഞ്ഞ വർഷത്തെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. 5 മാർക്കിനായിരുന്നു ഇത് ചോദിച്ചത്. ഇത് ഈ വട്ടം വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം. അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യരുത്. ഇത് പഠിക്കുക തന്നെ വേണം. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. ഇത് എഴുതേണ്ട രീതി എന്ന് പറഞ്ഞാൽ ആദ്യം സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ 2 ഉണ്ട്, ഇൻഫോർമലും ഫോർമലും. അപ്പൊ അതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് 2 എഴുതുക. അതിനുശേഷം ഇതിനെപ്പറ്റി താഴോട്ട് കുറച്ച് ഇത് ഒരു 10-12 പോയിന്റ് വരുന്നുണ്ട്. ഇത് 5 മാർക്കിന് ചോദിക്കുവാണെങ്കിലും ഇത് ഇത്രയും തന്നെ എഴുതിയാൽ മതി. നിങ്ങൾ കൂടുതൽ എഴുതാൻ പോകണ്ട. എന്താണ് ലോ എന്ന് പറയുമ്പോൾ അതെന്താന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും. നോട്ട് ചെയ്യാൻ പരമാവധി എടുക്കാൻ പറ്റുന്ന അത്ര എടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതലുണ്ട്. നിങ്ങൾ ഇത് ഇത്രയും വായിച്ച് മനസ്സിലാക്കി എന്താന്ന് വെച്ച് എഴുതുക. അതുപോലെ കസ്റ്റംസ്, നോംസ്, ഫ്ലോക്ക് വൈസ്, മോർസ്, ഇതിന്റെ എല്ലാം നോട്ട് നിങ്ങൾക്ക് ഇനി ഇച്ചൂടെ എഴുതാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ സ്റ്റോറിയിൽ നോട്ട് കൊടുത്തിട്ടുണ്ട്. 5 മാർക്കിന് വേണ്ടി മാത്രം എഴുതേണ്ടവരാണെങ്കിൽ ഇത് മാത്രം പഠിച്ചാൽ മതി. ഇത് ഒരു സ്ഥിരം ചോദ്യമാണ് അവരുടെ, എന്താണ് സോഷ്യൽ കൺട്രോൾ എന്നുള്ളത്. അപ്പോൾ ഇതും വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇത് പഠിക്കേണ്ടത് തന്നെയാണ്. എന്താണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയാൻ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഫോർമലും ഉണ്ട്, ഇൻഫോർമലും ഉണ്ട്. അതിന്റെ എന്താണെന്നോ ഡെഫിനേഷൻ ഒന്ന് ജസ്റ്റ് എഴുതുക. എന്നിട്ട് അതിന്റെ തന്നെ ബാക്കിയായിട്ട് A എന്നോ B എന്നോ ജസ്റ്റ് ഒരു ഇതിട്ടിട്ട് A എന്ന് പറയുന്ന ലോ എന്താണ്, കസ്റ്റംസ്, അത് കഴിഞ്ഞ കസ്റ്റംസ് എന്താണ്, അങ്ങനെ എഴുതി 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 പോവുക. ഒരു പേജും അതിന്റെ അപ്പുറം എന്ന് വെച്ചാൽ ഒരു പേജിന്റെ പുറവും അതിന്റെ അപ്പുറത്ത് ഒരു പകുതിയും ജസ്റ്റ് ഒരു ഇത് തീരുന്ന രീതിയിൽ തന്നെ പോവുക. അപ്പോ സമയമില്ല. നിങ്ങൾക്ക് എല്ലാം ഒന്ന് പറഞ്ഞ് വൃത്തിയാക്കി മനസ്സിലാക്കി തരണമെന്നുണ്ട്. അതുകൊണ്ട് ക്ഷമിക്കുക നിങ്ങൾ. അടുത്തെന്ന് പറഞ്ഞാൽ സോഷ്യൽ പ്രോസസ്. ഇതും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഇതും നിങ്ങളൊന്ന് നോക്കേണ്ടതാണ്. സോഷ്യൽ പ്രോസസ് എന്താ? ആദ്യം സോഷ്യൽ പ്രോസസ് എന്നൊരു ചോദ്യം വരുവാണെങ്കിൽ സോഷ്യൽ പ്രോസസ് എഴുതുക. അതിന്റെ എന്തെങ്കിലും ഡെഫിനിഷനോ കാര്യങ്ങളോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് എഴുതിയ ശേഷം എന്താണ് കോംപ്രഹെൻഷൻ അത് എഴുതുക. പിന്നെ അതിനുശേഷം എന്താണ് അക്കോമഡേഷൻ. ഇത് സ്ഥിരം ഒരു PSC ചോദ്യം കൂടാണ്. ഇങ്ങനെ സോഷ്യോളജിയിൽ നിന്ന് വരുന്ന PSC ചോദ്യം കൂടാണ്. ഇത് എന്താണ് അക്കോമഡേഷൻ. പിന്നെ അക്കോമഡേഷൻ കുറച്ച് ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്, അതെന്താണ്, അങ്ങനെ കുറച്ച് എഴുതുക.
പിന്നെ അതിന് ശേഷം അസിമിലേഷൻ, അക്കൾച്ചറേഷൻ ഒക്കെ എന്താണെന്ന് അറിയാമല്ലോ. അക്കൾച്ചറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ട്രാൻസ്ഫർ ഓഫ് വാല്യൂസ് ഓഫ് കസ്റ്റംസ് ഫ്രം വൺ ഗ്രൂപ്പ് ടു അനദർ. പുള്ളി ഇപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുവാണെങ്കിൽ, നമ്മളിപ്പോൾ ജനിക്കുമ്പോൾ തൊട്ട് നമുക്കൊരു കൾച്ചർ ഉണ്ട്. ആ കൾച്ചർ നമ്മൾ ഉപേക്ഷിച്ച് മറ്റൊരു കൾച്ചർ സ്വീകരിക്കുന്നതിനെയാണ് അൾക്കൾച്ചറൈസേഷൻ എന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. കോമ്പറ്റീഷൻ എന്താന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഒരു ഗോളിന് വേണ്ടി നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നതിനെയാണ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ മറ്റേതും ബാക്കിയുള്ളതും ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ സോഷ്യോളജി നമുക്ക് വളരെ സിമ്പിൾ ആണ്. കാണാപ്പാഠം പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പോകത്തേ ഉള്ളൂ. നമ്മുടെ പരീക്ഷയിൽ നമ്മുടെ തലയിരിക്കുന്നുള്ളതും കൂടെ പോകത്തേ ഉള്ളൂ. അതിന് നല്ലത് വായിച്ച് മനസ്സിലാക്കി എന്താണ് സംഭവം എന്ന് ഓർത്ത് വെച്ച് എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് എന്താന്ന് പറഞ്ഞാണ്ട കാര്യമില്ല. നമ്മുടെ മാനേജ്മെന്റിലെ സ്ഥിരം ചോദ്യമാണ് ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയാൻ എന്താണെന്ന്. പക്ഷെ ആ കോൺഫ്ലിക്റ്റ് ഇവിടുത്തെ കോൺഫ്ലിക്റ്റ് തമ്മിൽ വ്യത്യാസം കുറച്ചുണ്ട്. അതെന്തോന്ന് നോക്കി വെച്ച് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇത് ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ തന്നെ 3 ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഈ 3 ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പാടില്ല. ഇത് പഠിച്ചോണ്ട് പോയേ പറ്റൂ. നിങ്ങൾക്ക് ഓരോന്നും എടുത്തും പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്നുണ്ട്. പക്ഷെ സമയവും ഇല്ല. അതിനനുസരിച്ച് PDF നല്ല രീതിയിൽ എനിക്ക് ഉണ്ടാക്കാനും പറ്റിയിട്ടില്ല. അതിന്റെ എനിക്ക് കുറച്ച് ബിസിയാണ് ഞാൻ. വേറെ കുറെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നുണ്ട്. കുറച്ച് സമയം കിട്ടിയാൽ നിങ്ങൾക്കായിട്ട് ചെലവഴിക്കുകയാണ്. അടുത്ത എന്താണ് സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷൻ ഒരു 2 മാർക്കിന് വേണേൽ നിങ്ങൾക്ക് ചോദിക്കാം. അത് പഠിക്കുക. 2 മാർക്കിനും ചോദിക്കാം. പിന്നെ ഇതൊരു എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം, 5 മാർക്കിനും ചോദിക്കാം. സോഷ്യലൈസേഷൻ ആൻഡ് ടൈപ്സ് എന്നും പറഞ്ഞുകൊണ്ട്. അതുപോലെ ഇത് ഏതൊക്കെ പ്രൈമറി സോഷ്യലൈസേഷൻ, നമ്മുടെ ഫാമിലി വരും. അതുപോലെ സെക്കൻഡറി സോഷ്യലൈസേഷൻ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് അല്ലെങ്കിൽ കാണാപ്പാഠം പഠിക്കേണ്ട. ഡെഫിനേഷൻ നമുക്ക് കാണാപ്പാഠം പഠിക്കാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് കാണാപ്പാഠം പഠിക്കുക തന്നെ ചെയ്യുക. പിന്നെ അതുപോലെ ഡെഫിനേഷൻ, അതുപോലെ ഇതുണ്ടല്ല ടൈപ്സ് എന്ന് പറയുമ്പോൾ പ്രൈമറി സോഷ്യലൈസേഷൻ എന്തൊക്കെ വരും അതൊന്ന് വായിച്ചു നോക്കുക. സെക്കൻഡറി സോഷ്യലൈസേഷൻ എന്ത് വരും, അഡൾട്ട് സോഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ അഡൾട്ട് സോഷ്യലൈസേഷൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ അഡൾട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല പല കാര്യങ്ങളോട്ട് നമ്മൾ ശ്രദ്ധ പോകും. അങ്ങനെയൊക്കെ അതൊക്കെ ഒന്ന് മാറ്റി നമ്മളെ കൺട്രോൾ ചെയ്യാന്നാണ് അഡൾട്ട് സോഷ്യലൈസേഷൻ എല്ലാം പറയുക. ആന്റിസിപ്പേറ്റഡ് സോഷ്യലൈസേഷൻ എന്താണ്, ഈ സോഷ്യലൈസേഷൻ എന്താണ്, ഇതും 5ഉം പഠിച്ചാൽ പറ്റും. 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ സോഷ്യലൈസേഷനും അതിന്റെ ടൈപ്സും മാത്രം എഴുതുക. ഇത് എസ് ആയിട്ടാ വരുന്നെങ്കിൽ ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ കൂടെ ആഡ് ചെയ്ത് എഴുതുക. പിന്നെ ഇതിന്റെ കൂടെ ലേണിംഗ്, ഇതിന്റെ കൂടെ കുറച്ച് നോട്ടുകളുണ്ട്. അതും എഴുതാൻ പറ്റിയ സമയമുണ്ടെങ്കിൽ ജസ്റ്റ് വായിച്ച് എഴുതുക. അത് നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ റൂള് സ്റ്റോറി ഹൈലൈറ്റ്സ് കിടപ്പുണ്ട് നോട്ട്, അതും കൂടെ ആഡ് ചെയ്തില്ല ഞാൻ. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി വായിച്ചു നോക്കി, നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതും കൂടെ ഈ ചോദ്യം ചോദിക്കുകയാണ് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് എഴുതാൻ ശ്രമിക്കുക. അതുപോലെ ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫാമിലി വരും, പിയർ ഗ്രൂപ്പ്സ് വരും, റിലീജിയൻ വരും, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒക്കുപ്പേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് വരുന്ന കാര്യങ്ങൾ എല്ലാം അവരുടെ ഹെൽത്ത് ഇൻസ്പെക്ടർക്കുള്ള സ്റ്റോറി ഹൈലൈറ്റ്സ് കിടപ്പുണ്ട്. നോട്ടുകളെല്ലാം പക്ക അതുപോലെ തന്നെ കിടപ്പുണ്ട്. അതൊക്കെ നിങ്ങൾ എടുത്ത് വെച്ച് വായിക്കുക. വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പരീക്ഷയ്ക്ക് പോവുക. അടുത്ത തന്നെ ഫണ്ടമെന്റൽസ് ഓഫ് റൈറ്റ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ്. കഴിഞ്ഞ വട്ടവും ചോദിച്ച ചോദ്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞ വട്ടം ചോദിച്ചല്ലേ ഈ വട്ടം ചോദിക്കത്തില്ലെന്നും പറഞ്ഞിരിക്കരുത്. ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ചോദിക്കാം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്തായിരിക്കും ഫണ്ടമെന്റൽസ് ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനൊരു ഡേ ഉണ്ട്, അത് ഓർത്ത് വെച്ചോ. December 10 ഫണ്ടമെന്റൽസ് ഓഫ് റൈറ്റ്സ് എന്ന ഡേ. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡേ എന്ന് അറിയപ്പെടുന്നത് December 10 ഇത് വന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ അത് 2010 December 10 എൻ്റെ ഒരു സംശയം. നിങ്ങൾ അതൊന്ന് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് എഴുതുക. അതോ ഫണ്ടമെന്റൽസ് ഓഫ് റൈറ്റ്സ് വന്നത് 2010 1948 December 10. സോറി, എനിക്ക് ഒറ്റൊരു മിസ്റ്റേക്ക് ആണ്. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒന്ന് നോക്കുക. എന്റെ കറക്റ്റ് ആയിട്ട് നിഗമന പ്രകാരം 1948 December 10 ഇത് വന്നത്. വർഷം ചോദിക്കുകയാണെങ്കിൽ 1948 December 10. സോറി, എൻ്റെ ഒരു മിസ്റ്റേക്ക് ആണ്. അത് നിങ്ങൾ വർഷം ചിലപ്പോൾ ചോദിക്കാതെ എഴുതുക, അല്ലെങ്കിൽ ഡേ ചോദിക്കുകയാണെങ്കിൽ December 10. ഇതാണ് അതിന്റെ ആൻസർ. ഫണ്ടമെന്റൽസ് ഓഫ് റൈറ്റ്സ് ചിലപ്പോൾ ഒരു 1 വേർഡ് ആയിട്ട് ഇത് ചോദിക്കാം. അതുപോലെ തന്നെ ഇതും വായിച്ചു വെക്കുക. ഇത് എന്താണ്, വാട്ട് ആർ ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നായിരിക്കും ചോദ്യം വരുമ്പോൾ. അത് നിങ്ങൾ ഇതൊന്നും എഴുതേണ്ട കാര്യമൊന്നുമില്ല. 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടെന്ന് ഒരു ഹെഡിങ് കൊടുത്തിട്ട് ജസ്റ്റ് ആ ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞേക്കുന്ന നോട്ട് ഉണ്ടല്ലോ, അതിൽ ഒരു 6 റൈറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആർട്ടിക്കിളും ആ 6 റൈറ്റ്സും എഴുതുക. അത് ഞാൻ ഇത് ആഡ് ചെയ്യാൻ പറ്റിയില്ല. അത് നിങ്ങളൊന്ന് ജസ്റ്റ് അതിൽ പോയി നോക്കുക.
വായിക്കുക, എഴുതുക. അതിന്റെ കുറെ ആർട്ടിക്കിളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ചൈൽഡ് റൈറ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണെങ്കിൽ 23-24 അങ്ങനെ കുറെ ആർട്ടിക്കിളൊക്കെ പറയുന്നുണ്ട്. ആ ആർട്ടിക്കിളും ജസ്റ്റ് അതിന്റെ കൂടെ ചേർത്ത് അതിന്റെ എന്തെങ്കിലും ഒരു ഡെഫിനിഷൻ കാണുമല്ലോ. ഇപ്പോൾ റൈറ്റ് എക്സ്പ്ലോയിറ്റേഷൻ വരുന്നെങ്കിൽ ചൈൽഡ് ലേബർ നിർത്തിച്ചു, ഇത്ര ഏജ് തൊട്ട് ഇത്ര ഏജ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കണം എന്നൊരു നിയമം ആ ഒരു റൈറ്റിന്റെ ആ റൈറ്റ് ഫണ്ടമെന്റൽ റൈറ്റിന്റെ കീഴിലാണ് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതും ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് പഠിക്കുക. എഴുതി വെച്ച് പഠിക്കാൻ സമയമില്ല. ജസ്റ്റ് ഇത് നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് വായിച്ചു വെച്ചോണ്ടെങ്കിലും പോവാ. ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളുടെ ഭാഗ്യം. അതുപോലെ അടുത്ത സോഷ്യൽ ഗ്രൂപ്പ് സ്ഥിരം ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. സോഷ്യോളജിയിൽ നിന്ന് സ്ഥിരം ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു എസ്സേ വരുവാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഈ ഡെഫിനിഷൻ അതുപോലെ എഴുതണമെന്ന് ഞാൻ പറയുന്നില്ല. എന്താണ് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കുന്ന സാധനം ആദ്യം എഴുതി വെക്കുക. സോഷ്യൽ ഗ്രൂപ്പ് എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട്, എന്നിട്ട് ഇതിന്റെ കയറി ഒരു 12ഓളം ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് വരുന്നുണ്ട്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഓരോ ഹെഡിങ് മാത്രം ആദ്യം പക്കയായിട്ട് എഴുതുക. ആ ഹെഡിങ്ങിന്റെ അടിയിൽ ഓരോ വര ഇടുക. എന്നിട്ട് അതിന്റെ താഴെ എന്താണ് ആ ഹെഡിങ്ങിൽ യോജിച്ച സെന്റൻസ് അത് എഴുതുക, എഴുതി പോവുക. അങ്ങനെ 12 ഇതോളം വരുന്നുണ്ട്. അത് അത് കറക്റ്റ് ആയിട്ട് എഴുതി പോവുക. അതിനുശേഷം അതിന്റെ കുറെ ടൈപ്സ് വരുന്നുണ്ട്. ടൈപ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ് എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് ടൈപ്സ് ഉണ്ട്. അതും ഹെൽത്ത് ഇൻസ്പെക്ടർക്കുള്ള നോട്ടിൽ കിടപ്പുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചുകൊണ്ട് പോകേണ്ടതാണ്. അടുത്ത സം ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണിത്. ഇതിൽ ഒന്ന് ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. ഇതെന്തായാലും എൻ്റെ ഒരു പ്രതീക്ഷ പ്രകാരം 5 മാർക്കിന് ചോദിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എസ്സേയുടെ കൂടെ താഴെ A or B ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് ചോദിക്കാം. ഏതെങ്കിലും ഒരു സോഷ്യോളജിയുടെ ക്വസ്റ്റ്യൻ എസ്സേ ആയിട്ട് തന്നിട്ട് അതിന്റെ താഴെ A അല്ലെങ്കിൽ B ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് എന്താണ് സൊസൈറ്റിയും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം. എന്താണ് സോഷ്യൽ ഗ്രൂപ്പ്? ഇത് സ്ഥിരം ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സോഷ്യൽ ഗ്രൂപ്പ്, ക്യാരക്ടറിസ്റ്റിക് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്, ടൈപ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്. PDF അത് ടൈപ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് ആഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അത് ഒരുപാടുണ്ട്. അത് അത്ര ആഡ് ചെയ്താൽ PDF ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ എന്തുമായാലും ഹെൽത്ത് ഇൻസ്പെക്ടർ പോയി കയറി ആ ക്ലാസ് അല്ല ആ PDF നോക്കി വായിക്കുക, മനസ്സിലാക്കുക, പോവുക. പിന്നെ എന്താണ് സോഷ്യൽ മൊബിലിറ്റി? അതും ഒരു നല്ലൊരു ചോദ്യമാണ്. അതും ഹെൽത്ത് ഇൻസ്പെക്ടർ ക്രൂവിലെ നോട്ടിൽ കിടപ്പുണ്ട്. അതും നിങ്ങൾ വായിച്ചുകൊണ്ടൊക്കെ പോവുക. ഇത് സ്ഥിരം 2 മാർക്ക് ചോദ്യമാണ് സോഷ്യൽ മൊബിലിറ്റി പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അത് നിങ്ങൾ 2 മാർക്കിന് വേണ്ടി ഒരു 5 മാർക്കിന് വേണ്ടിയും കൂടെ എഴുതാനുള്ളത് എന്തായാലും നിങ്ങൾ വായിച്ചുകൊണ്ട് പോവുക. കാരണം ഇവർക്ക് ചിലപ്പോൾ ഒരു ഇത് കയറി ഇവർ ചിലപ്പോൾ ഓർ ക്വസ്റ്റ്യൻസ് ഇടും എസ്സേക്ക് വേണ്ടി. എന്താണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ ഇടാം, B ക്വസ്റ്റ്യൻ ആയിട്ട് ഇടാം, C ക്വസ്റ്റ്യൻ ആയിട്ട് ഇടാം. ആദ്യം തന്നെ വേണമെങ്കിൽ സൊസൈറ്റിയുടെ ഡെഫിനേഷൻ ചോദിച്ചിട്ട് സൊസൈറ്റിയും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കുക. അത് കഴിഞ്ഞ് താഴെ എന്താണ് സോഷ്യൽ മൊബിലിറ്റി അങ്ങനെ വേണം ചോദിക്കുക. എന്നിട്ട് താഴെ ലാസ്റ്റ് വന്നൊരു ചോദ്യം കൂടെ ഒരു എന്തെങ്കിലും ഒരു 5 മാർക്കിന് എഴുതാൻ പറ്റിയ വേറെ ഏതെങ്കിലും ഒരു സൊസൈറ്റിയുടെ ക്വസ്റ്റ്യൻ കൂടെ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ എസ്സേ ക്വസ്റ്റ്യൻ വന്നത്. അങ്ങനെ വന്നാൽ നിങ്ങൾ പതറരുത്. ഡയറക്റ്റ് എസ്സേ അല്ലല്ലോ ചോദിച്ചു കഴിഞ്ഞാൽ എസ്സേ ചോദിച്ചത് എനിക്ക് അറിയത്തില്ലല്ലോ അങ്ങനൊന്നും പറഞ്ഞിരിക്കരുത്. അങ്ങനെ തന്നെ എഴുതാൻ നോക്കണം. അടുത്ത എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. നമ്മൾ ഈ സൊസൈറ്റി അങ്ങോട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ, കാസ്റ്റ്, റിലീജിയൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ഡിവൈഡ് ചെയ്യണം. അതാണ്. അതിനും കുറെ ഇതൊക്കെ ഉണ്ട്. അത് ഞാൻ നോട്ടി തന്നിട്ടുണ്ട് PDF ൽ. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചുകൊണ്ട് തന്നെ പോവുക. അടുത്ത ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഇത് അങ്ങനെ ചോദിക്കത്തില്ല. സോഷ്യോളജി ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ത് കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നവർ കാണും. എല്ലാവരും അങ്ങനല്ല, അങ്ങനെ ഇരിക്കുന്നവരുണ്ട്. ചില കോളേജിലൊന്നും പറഞ്ഞു പോലും കൊടുക്കത്തില്ല. ഈ അവസ്ഥ അറിയാം. അതുകൊണ്ട് ഇതും ജസ്റ്റ് നോക്കി വെച്ചുകൊണ്ട് പോവുക. കഴിഞ്ഞ വർഷം 5 മാർക്കിന് ചോദിച്ച ചോദ്യമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് KPA സ്റ്റഡി? KPA സ്റ്റഡി നിങ്ങൾക്ക് അബ്രിവേഷൻ ആണ് വരുന്നത്. നോളജ്, പ്രാക്ടീസ്, ആറ്റിറ്റ്യൂഡ് ആണ് അതിന്റെ ഡെഫിനിഷൻ. അത് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി വെച്ചോണ്ട് പോവുക. പിന്നെ അടുത്ത സോഷ്യൽ പ്രോബ്ലംസ് എന്താണെന്ന് അറിയാമല്ലോ. മറ്റേ ആൽക്കഹോളിസം, മറ്റേ നമ്മുടെ ഈ ചൈൽഡ് ലേബർ, അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനെയാണ് നമ്മുടെ ഈ സോഷ്യൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇതും നമ്മുടെ ഈ എസ്സേ ക്വസ്റ്റിന്റെ A or B ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെയാണ് ചോദിക്കുന്നത്. മറ്റേ ഈ നമ്മുടെ ഈ ഇവരുണ്ടല്ലോ മറ്റേ ലിങ്ക് വർക്കേഴ്സ് അങ്ങനെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ. ഈ അവരുടെ പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെ സോഷ്യൽ പ്രോബ്ലംസ് ആണ്. മറ്റേ ആൽക്കഹോളിസം, ഈ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണാം. സോഷ്യൽ പ്രോബ്ലംസ് ആണ്. അതൊക്കെ എന്താണ് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചുകൊണ്ട് പോയാൽ മതി. സോഷ്യോളജി ഒക്കെ നമുക്ക് പകുതിയും വായനയിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ അങ്ങനെയാണ് പരീക്ഷയിൽ അറ്റൻഡ് ചെയ്തത്. ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ വായിച്ചു വെച്ച് സംഭവത്തിന്റെ അർത്ഥം നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ സോഷ്യോളജി
നമുക്ക് എഴുതാൻ പറ്റും. ഇത് കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടാലും എന്ത് നിങ്ങൾ സ്കിപ്പ് അടിച്ചുകൊണ്ട് പോയാലും, കാരണം ഇത് വലിയൊരു ടോപ്പിക് ആയതുകൊണ്ട് നമ്മളിത് കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്ത് പോകും. ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് കുറച്ചൊരു പഠിച്ചത്. കാരണം നമുക്ക് ഫുൾ നോട്ട് കിട്ടൂല എന്തായാലും. അപ്പം എന്ത് സ്കിപ്പ് ചെയ്താലും ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്തുകൊണ്ട് പോകരുത്. കാരണം സമയമില്ല എനിക്ക്. അല്ലെങ്കിൽ ഇച്ചോടെ വ്യക്തമായിട്ടൊക്കെ പറഞ്ഞു തന്നേനായിരുന്നു എങ്ങനെ എന്താണ് സംഭവം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരായിരുന്നു. പഠിക്കുക, നിങ്ങൾ എഴുതുക. ഓക്കെ, ബൈ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം ഗ്രൂപ്പിൽ തന്നെ. ശരി.